കഴിഞ്ഞ ദിവസങ്ങളായുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് തന്നെയാണ് നമ്മളിന്നും ആദ്യം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. അതിൽ വിശദമായ വാദം തന്നെ നടന്നു. നാളെയും വാദം നടക്കുന്നുണ്ട്. തുടർന്നായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ബലാത്സംഗം, അതേ കണക്ക് തന്നെ ഗർഭഛിദ്രം, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ പ്രണയമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നതെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അതേസമയം പ്രോസിക്യൂഷൻ ബലാത്സംഗത്തിനും ഗർഭഛിദ്രത്തിനും അടക്കമുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയുണ്ടായി. കടുത്ത വാദം കോടതിയിൽ നടക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് വി.ഡി. സതീശൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ ആദ്യം ഇതിലേക്ക് പ്രമോദ് സാറ്, നമുക്കറിയാം ഇപ്പോൾ രാഹുലിൻ്റെ കേസ് ഇന്നലെ പുതിയ പരാതി കൂടി വന്നതോടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ 7 ദിവസമായി ഇപ്പോൾ ഈ കേസ് എടുത്തിട്ട് ഇതുവരെ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 9-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലാണോ കേരള പോലീസുള്ള? ഇതിൻ്റെ ഒരു ആനുകൂല്യം LDFന് തന്നെ കിട്ടുകയല്ലേ? ഈ അറസ്റ്റ് നീളുന്നതോടെ രാഷ്ട്രീയത്തിൽ ഇതൊരു ചർച്ചയാവ് കൂടിയിട്ടില്ലേ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ആദ്യം ചർച്ച ചെയ്യുന്നതെന്ന് സികേഷ് പറഞ്ഞപ്പോൾ പൊതുവിൽ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഇത് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അവരിൽ നിന്ന് വരാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥിതി എന്നുള്ളതാണ്. ഇത് ഓരോ ദിവസം മാറിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം എല്ലാ ദിവസവും ഉണ്ട്. അത് ചിലപ്പോൾ നടന്നേക്കാം, ഇനിയും ചിലപ്പോൾ ഒന്ന് നീണ്ടുപോയേക്കാം എന്നുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ കൊടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ രാഹുലിനെ പുറത്താക്കും എന്നുള്ളതാണ്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ്. അത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, ആരും പറഞ്ഞിട്ടല്ല. പക്ഷേ നമുക്ക് നമ്മുടെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഇൻഫർമേഷനാണ്. രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പലതിനെയും ഇല്ലാതാക്കുകയും കൂടിച്ചാണ്. പിന്നെ അങ്ങോട്ട് ആ ചോദ്യങ്ങൾ പിന്നെയില്ല. കാരണം വെച്ചാൽ അയാൾ പാർട്ടി അയാളെ കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്യുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അയാൾക്ക് എന്നുള്ളതാണ്. അത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഉച്ചവരെയും പ്രതീക്ഷിച്ചത്. കാരണം 11:30 KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെ തോന്നാനും നമ്മൾ വിചാരിക്കാനും ഒക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ഇന്നലെ ഇപ്പോൾ രാത്രിയിൽ ഈ പുതിയ പരാതി KPCC അധ്യക്ഷന് കിട്ടുകയും അത് പോലീസിന് കൈമാറുകയൊക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ് എന്തായാലും ഇനി ഇക്കാര്യത്തിൽ ഇനിയൊരു പിന്മടക്കമില്ല. എടുക്കാൻ ഉള്ള കാര്യം ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളവും നല്ലത് എന്നൊരു പൊതുവായ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഹൈക്കമാൻഡിൽ ഈ വിവരങ്ങൾ നേരത്തെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കത് കൂടുതൽ സമ്മർദ്ദം അവർക്കും വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ നിർദ്ദേശം KC വേണുഗോപാൽ വഴി സംസ്ഥാന നേതൃത്വത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ആണ് നമുക്ക് ലഭിച്ച വിവരം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളതങ്ങനെ പറഞ്ഞത്. പക്ഷേ 11:30 പ്രസ് മീറ്റിൽ അത് അനൗൺസ് ചെയ്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇത്രയധികം ഇന്ന് രാവിലെ വളരെ ക്ലാരിറ്റിയോടെ എല്ലാവരുടെയും അതാണല്ലോ ഈ K. മുരളീധരൻ്റെ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം വരാൻ തന്നെ കാരണം. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഇയാൾ പുറത്ത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അത് വന്നില്ല? അപ്പോൾ ഇപ്പോഴും രാഹുലിനെ തുണയ്ക്കാൻ ആരോ ഉണ്ടോ? ഈ പാർട്ടിയിലാണോ അതോ മറ്റേതെങ്കിലും തരത്തിലാണോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെടുക്കാൻ കഴിയുന്ന 2 തീരുമാനങ്ങളേ ഉള്ളൂ, 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് അയാളെ പറഞ്ഞ രീതിയിൽ പുറത്താക്കുക, രണ്ടാമത് ഒരു കീപ്പ് ഇൻ അബെയൻസ് എന്നുള്ള നിലയിലുള്ള ഒരു സംഗതി, അയാളെ ഈ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അറസ്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയോ ചെയ്യുന്ന സമയത്ത് പുറത്താക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന നഷ്ടം പരമാവധി ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും കോൺഗ്രസ് തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം അറസ്റ്റ് മിക്കവാറും ഒക്കെ 7, 8, 9 ഇലക്ഷനോടനുബന്ധിച്ചാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ട് ആ തീരുമാനം എടുക്കണോ അതോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ആ തീരുമാനം എടുത്ത് അത് ക്ലോസ് ചെയ്യണോ എന്താണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കുകളുടെ മുമ്പിലുള്ള ചോദ്യം. അതിൽ എനിക്ക് തോന്നുന്നത്, അതിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്കറിയാം, ശ്രദ്ധിച്ചാലറിയാം, വി.ഡി. സതീശൻ കാര്യമായ ഒരു പ്രഖ്യാപനങ്ങളൊന്നും ആ വിഷയത്തിൽ നടത്തുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചാൽ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിയുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹം അത് പ്രഖ്യാപിച്ച രീതി പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കില്ല
എന്ന് പറഞ്ഞത്. തുടക്കം മുതൽ തന്നെ ഈ കേസിനെ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം, ഒരു പോറൽ പോലും ഏൽക്കാതെ ആയിരിക്കണമെന്ന് രാഹുലിനെ ഏറ്റവും അടുത്ത വിശ്വസ്ത വൃന്ദത്തിൽ കൂട്ടിയിരുന്ന സതീശൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. അത് നമ്മൾ കാണണം. അതിൽ നിന്ന് ഒരു അണുവിട വി.ഡി. സതീശൻ പിന്നീട് മാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടമായിട്ട് പോലും അതിലൊരു മാറ്റവും അദ്ദേഹം വരുത്തിയിരുന്നില്ല. അപ്പോൾ അത് ഞാൻ കാണുന്നത് ആ ശബ്ദത്തിന് ഇന്നിപ്പോൾ വളരെ പ്രാധാന്യം കോൺഗ്രസിനുണ്ട്. അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യമാണ്. ആ പ്രാധാന്യം കൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ അങ്ങനെ ഒരു തോന്നലിലേക്ക് വന്നത് എന്നാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ നാളെ ഈ ജാമ്യ ഹർജിയുടെ ഒരു തീരുമാനം വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കും, പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം വരും എന്നുള്ള അതിന് യാതൊരു മാറ്റവുമില്ല സിഗേഷ്. അത് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ കാത്തിരിപ്പ് തന്നെ കോൺഗ്രസ്സിലൊരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ നിലനിർത്തുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഗുണം ചെയ്യുമെന്ന് കരുതുന്നവരാണെന്നാണ്. അയാളെ കൈവിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളൊരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. അയാളെ പേഴ്സണലി അയാളെ നിലനിർത്തണം എന്നുള്ള തോന്നലുള്ള ആളുകളായിരിക്കാം. മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അണികളിൽ വേറൊരു തരത്തിലുള്ള ഒരു കൾച്ചർ വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇത്തരം കേസുകളിൽ ചാടിക്കയറി ഇങ്ങനെയൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും നടക്കാവുന്ന കാര്യമാണ്, സ്വാഭാവികമാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ സംഗതിയാണ് എന്ന് തുടങ്ങിയ ഒരു സാമാന്യ ബോധത്തിന് അടിമകളായിട്ട് മാറിയിട്ടുള്ള അണികൾ ഇവർക്ക് കാര്യമായി തന്നെ ഉണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലുമുണ്ട്. ലീഗിൻ്റെ അണികളിലും വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ ആ നിലയ്ക്ക് പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് പരമാവധി പൊലിപ്പിക്കാനും അതൊരു ആർമി ലെവലിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു ഇടമാണ്. അത് നോക്കി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ രാഹുലിന് വേണ്ടിയാണ് വലിയ യുദ്ധം നടക്കുന്നത്, കോൺഗ്രസിൻ്റെ അണികളിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെ ഇപ്പോൾ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മൾ കുറച്ചുകൂടി മുതിർന്ന നേതാക്കളിൽ നിന്നാണ്. ലൈക്ക് യൂത്ത് കോൺഗ്രസിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്നുണ്ട് കോൺഗ്രസിൻ്റെ, അതുപോലെയുള്ള ആളുകളിൽ നിന്നൊക്കെ കേൾക്കണം. ഇന്നിപ്പോൾ സുധീരൻ ഉടൻ തന്നെ MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയിലുണ്ട്. പക്ഷേ ഈ അണികളിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ അവരുടെ സൈബർ പോരാളികളിൽ ഒരു വിഭാഗം എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ അണികൾ ചേരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്. അവരുൾപ്പെടെ ചേർന്നുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഇവരുടെ തീരുമാനം. ഇപ്പോൾ ഷാഫിയെ നമുക്ക് കാണാം. ഷാഫി ഇതുവരെ രാഹുലിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇതുവരെയും ഇന്ന് സംസാരിച്ചപ്പോൾ പോലും അയാൾ ഇത് തെറ്റാണ്, അയാളെ പുറത്താക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം അയാൾ പറഞ്ഞിട്ടില്ല. എന്നാൽ പാർട്ടി എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും എൻ്റെ അയാളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു തരത്തിലും സ്വാധീനിക്കില്ല, അല്ലെങ്കിൽ ആ ബന്ധം ആ തീരുമാനത്തെ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പേസ്, അതാണ് നമ്മൾ കീപ്പ് ഇൻ അബയൻസ് എന്ന് ഞാൻ പറയുന്നത്. അതാണ് അപ്പം അവിടെ ഒരു സ്പേസ് അയാൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് അയാളെ നിലനിർത്തുക എന്നുള്ള ഒരു സാധനമുണ്ട്. അത് ഒരു തരത്തിലും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അയാൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് റൺ ബേബി റണ്ണാണ് അയാൾക്ക് ഒരു തരത്തിലും ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അറസ്റ്റ് ഇമ്മിനൻ്റ് ആണ്. അത് എത്ര സമയത്തിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കേസ് മറ്റൊന്നാണ്. നമ്മളിതിൽ കാണേണ്ടത് ചിലപ്പോൾ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയും പബ്ലിക് മെമ്മറിയും ഒന്നായിരിക്കണമെന്നില്ല. അത് രണ്ടാണ്. ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്കകത്ത് ഈ കേസിനകത്ത് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടാകാം, നമുക്കറിയില്ല. അത് അന്തിമമായി ആ കേസ് എന്താവും എന്നതൊന്നും നമുക്കറിയില്ല. പക്ഷേ പബ്ലിക് മെമ്മറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിങ്ങനെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് എത്രയോ കാലത്തോളം ആ സാധനം അങ്ങനെ നിൽക്കും. അപ്പോൾ ആ പബ്ലിക് മെമ്മറിയിൽ നമ്മൾ കാണേണ്ടത് രാഹുലിന് ഇങ്ങനെ ഒരു കറ വന്നു കഴിഞ്ഞു. അതിനി എളുപ്പമല്ല. അത് എത്ര കാലം കഴിഞ്ഞിട്ട് അയാൾ അതിൽ നിന്ന് ഒരുപക്ഷെ ശിക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാൽ പോലും അത് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ദിലീപിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കാവുന്നത് പോലെ ദിലീപിന് ആ കറ ഉള്ളതാണല്ലോ, അത് പബ്ലിക് മെമ്മറിയിൽ അത് ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉള്ളത് മനസ്സിലാക്കി പെരുമാറുന്നതാണ് കോൺഗ്രസിനും നല്ലത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഖേദിക്കേണ്ടി വരും. ഇത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കും പോകാനുള്ള സാധ്യതയുള്ളൊരു വിഷയമായി ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ അത്ര മണ്ടന്മാരായിരിക്കണമെന്നില്ല. ജനങ്ങൾക്ക് അത് നന്നായിട്ട് ബോധ്യപ്പെടും. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ മാത്രമൊന്നുമല്ല ജനം എന്ന് പറയുന്നത്. അതല്ലേ അല്ല
എന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ കാണുന്നതേ അല്ല. ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാനും വിവേചിച്ചറിയാനുമുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അപ്പോഴേക്കും അവരുടെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പക്കൽ നിന്ന് ഒരുപക്ഷെ അവരുടെ കോർട്ടിൽ നിന്ന് ഗോൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ടാവട്ടെ. വി.ഡി. സതീശൻ അത് കാണിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് അത് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് എന്നാണ് ഞാൻ പറയും. കെ മുരളീധരൻ കാണിക്കുന്നുണ്ട്, ചെന്നിത്തല കാണിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് മാത്രം എന്നതിനെ പറയാൻ കഴിയില്ല. KPCC നേതൃത്വത്തിൻ്റെ ആ നിര, അദ്ദേഹത്തോടൊപ്പമുള്ള ആ സംഘടനാ തലത്തിൽ നിൽക്കുന്ന നിര, ആ നിരയാണ് ഈ വിഷയത്തിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടായേ തീരും. ജെയിംസ്, ഈ കോൺഗ്രസ് ഇന്നടക്കം പ്രതിരോധിക്കുന്നത് മുകേഷിൻ്റെ കേസിനെ മുൻനിർത്തിയിട്ടാണ്. ശരിക്കും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊരു മാതൃക കാണിക്കാറുണ്ട്. ഈ രാഹുലിൻ്റെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് രാഹുലിനെ സസ്പെൻഷനിലുപരി പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയിട്ട് തുടർന്നും വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കല്ല ഇത്തരം ആരോപണങ്ങൾ പാർട്ടികൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം മുന്നോട്ട് വെക്കാമായിരുന്നു. പക്ഷേ അതല്ല കോൺഗ്രസ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴങ്ങനെ ഒരു നടപടി വന്നേക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് പറഞ്ഞൊരു കാര്യം കൂടിയിട്ടുണ്ട്. രാഹുലിൻ്റെത് തീവ്രത കൂടിയ പീഡനവും മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ലസിത നായർ പത്തനംതിട്ടയിൽ പറഞ്ഞതാണ്. ഈ പീഡനങ്ങളോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പീഡനങ്ങളോടുള്ള ലീഗിനടക്കം ഉയർന്നിട്ടുള്ള പരാതി, അതിനോടുള്ള ഈ ഒരു സമീപനം മാറേണ്ടതല്ല. ഇതിലെ പ്രശ്നം ഈ മുകേഷിൻ്റെ പീഡനവും അല്ലെങ്കിൽ വേറെ ആരുടെയും പീഡനവുമായിട്ട് ഈ പീഡനത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രശ്നമല്ല. കോൺഗ്രസിനകത്ത് തന്നെ സമാനമായ കേസുകൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒന്ന് എൽദോസ് കുന്നപ്പള്ളി, മറ്റൊന്ന് M. വിൻസെൻ്റ്. രണ്ടുപേരും ബലാത്സംഗ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മറ്റൊരാൾക്ക് ജാമ്യം കിട്ടി. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു? ഇല്ല. അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു? അവരുടെ MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിരുന്നു? ഇല്ല. അപ്പോൾ നമ്മളീ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതായത് പുറത്തു നിന്ന് പബ്ലിക് ഈ വിഷയത്തെ നോക്കി കാണുന്നതും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏത് പാർട്ടിക്കകത്താണെങ്കിലും അതിലെ പാർട്ടി നേതൃത്വവും പ്രവർത്തകരും നോക്കി കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും M. വിൻസെൻ്റിൻ്റെയും കാര്യത്തിൽ പാർട്ടിക്ക് അവർ തെറ്റുകാരല്ല എന്ന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അതൊരു വ്യാജ പരാതിയാണെന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരത് നടപടിയൊന്നും സ്വീകരിക്കാതെ അത് സൈലൻ്റായിട്ടിരുന്നു. പിന്നെ ആ കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വെച്ചു. അങ്ങനെയാണ് ചെയ്തത്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, പാർട്ടി അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പാർട്ടി ചെയ്തത്. ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ്, അത് എന്തൊക്കെയോ സോഷ്യൽ മീഡിയ ബസ്സസ് കേട്ടിട്ട് തന്നെ അവരെന്ത് ചെയ്തു? ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറി നിൽക്കൂ, പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഒരു ഒഫീഷ്യൽ ലെറ്ററായിട്ട് ഒരു കാര്യവും ഔപചാരികമായ ഒരു പരാതി പോലും ഇല്ലാതെ തന്നെ അത്രയും കടുത്ത നടപടികളാണ് സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചെറിയ നടപടിയല്ല, വലിയ ശിക്ഷയാണ്. എന്തുകൊണ്ടാണ് ഒരു പോലീസ് കേസും പോലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അതായത് പുറത്തു വന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് അറിയാം എന്നുള്ളതുകൊണ്ടാണ്. അതിൽ ഔപചാരികമായ പരാതി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. രാഹുലിൻ്റെ ബിഹേവിയർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പബ്ലിക് സ്ഫിയറിലേക്ക് വന്നിട്ട് കേരളം മൊത്തം അറിയപ്പെടുന്ന ആളായിട്ട് ഒരു 5 വർഷമായിട്ടുള്ളൂ. ഈ കോവിഡ് സമയത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പബ്ലിക് സ്ഫിയർ ആവുന്നത്, പബ്ലിക് ഫേസ് ആവുന്നത് കോൺഗ്രസിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കകത്ത് പരാതിയുണ്ട്. പാർട്ടിയിൽ പലരും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്തു നിന്നും പലരും പാർട്ടി അധ്യക്ഷരോട് പാർട്ടി നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നവർക്കറിയാം. ഇനിയും പലതും പുറത്തു വരാനുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നതിന് മുമ്പ് ആ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ എന്താണ്? ഔപചാരികമായി ഒരു പരാതി വന്നിരിക്കുന്നു, അയാൾക്കെതിരെ കേസ് വന്നിരിക്കുന്നു. അപ്പോൾ കേസ് വന്നിരിക്കുമ്പോൾ ഇനി അയാളോട് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞായിരുന്നു, നേരത്തെ പറയണമായിരുന്നു. അപ്പോൾ നേരത്തെ MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ പോലും അയാൾ രാജിവെക്കായിരുന്നു. എന്ത് ചെയ്യും? ഞാൻ രാജിവെക്കുന്നില്ല. അത് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അയാളൊരു എലക്റ്റഡ് ജനപ്രതിനിധിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണപ്രകാരം പാർട്ടിക്ക് ആവശ്യപ്പെടാം, നിങ്ങൾ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പറയാം. അയാൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ അത് എന്താവില്ല, ഒരു ബാലൻസ്ഡ് സമീപനമാവില്ല. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിക്ക് M. വിൻസെൻ്റിനെതിരെ ഉണ്ടായ ഒരു സമീപനോട് ഒരു അതിക്രിയയായിട്ട് അണികൾ വ്യാഖ്യാനിക്കും ഇതിനെ. മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ അണികൾ മാത്രമല്ല, മൊത്തം പൊതുസമൂഹത്തിൽ ഇതുവരെ, ഇപ്പോൾ ഈ കേസ് വരുന്നതിന് മുമ്പ് വരെ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് പൊതുവെ ആളുകൾക്ക് എന്താണ്, ഇതൊരു സാധാരണ മനുഷ്യർക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രേമത്തിലാകപ്പെടുക, ആ പ്രേമത്തിൽ ഒരു കുഞ്ഞുണ്ടാവുക, അതിനെ അബോർട്ട് ചെയ്യുക, അത് ചിലപ്പോൾ അവിഹിതമായിരിക്കുക, അതൊരു വലിയ ക്രൈമായിട്ട് ഈ പുറത്തു വന്ന വിവരങ്ങൾ പല ആളുകൾ കാണുന്നില്ല. പക്ഷേ ഇന്നലെ വന്ന ഇമെയിൽ അത്
അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. മുമ്പ് ഉണ്ടായിരുന്ന ഈ ഔപചാരികമായ പരാതിയിൽ FIR ഇട്ടതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഇന്നലെ വന്നത്. ഔപചാരികമായി കേസെടുക്കപ്പെട്ട FIR-ൽ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും ബലാത്സംഗം എന്ന വാക്കില്ല. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണല്ലോ FIR-ലേക്കുള്ള വാക്കുകൾ കൂട്ട് ചെയ്യുന്നത്. അതിലൂടെ റേപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ BNS-ലെ റേപ്പിൻ്റെ വകുപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിലെവിടെയും റേപ്പ് എന്ന വാക്കേ ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് റേപ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. ഗുരുതരമായ വെളിപ്പെടുത്തലാണത്. മറ്റത് പിന്നെയും നിയമപരമായി അങ്ങനെയല്ല. ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള വാദത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് ഈ അതിജീവിതം നടത്തിയിട്ടുള്ള ചാറ്റുകളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് ഒരു കൺസെൻഷ്വൽ സെക്സ് ആയിരുന്നു എന്ന് തെളിയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ ഇമെയിലിൽ ആ പരാതിയിൽ ഒരു ഔപചാരികമായ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യത്തിന് പോലും ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. ഇനി എന്തെങ്കിലും വരാനുണ്ടോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഔപചാരികമായ പരാതി പോലും ഇല്ലാതെ തന്നെ അയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നടപടി മാതൃകാപരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി എത്ര പേര് മറ്റെത്ര പാർട്ടികൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അയാൾക്കെതിരെ കേസെടുത്ത ഘട്ടത്തിൽ അയാളെ MLA സ്ഥാനം രാജിവെക്കാൻ പറയേണ്ടതല്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ അത് എന്താണ്, അവരുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് അനീതികരമായേക്കാം. ഒരാൾക്കെതിരെ കേസ് വന്നാൽ ഉടൻ തന്നെ അയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ LS കുന്നപ്പള്ളിയെയും M. വിൻസെൻ്റിനെയും രാജിവെക്കണമായിരുന്നു. ആ ഒരു സ്വാഭാവികമായ ചോദ്യം പറഞ്ഞേക്കാം. ഈ ഒരു പ്രശ്നം അവർ മുൻകൂട്ടി കാണുന്നുണ്ടാവും. മറ്റൊന്ന്, നേരത്തെ പ്രമോദ് സാർ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് ഇമ്മിനൻ്റാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ എത്രമാത്രം വോട്ടർമാരെ സ്വാധീനിക്കും, UDFൻ്റെ പ്രോസ്പെക്ടസിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇടയിൽ കൺഫ്യൂഷനുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ പൊതുസമൂഹത്തിന് എത്രമാത്രം വലിയ വിഷയമാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയില്ല. അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും പല രീതിയിലാണ് അതിനെ കാണുന്നത്. പല പൊളിറ്റിക്കൽ തോട്ടുള്ള ആളുകളും പല രീതിയിലാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു LDF അനുഭാവിയായ ആളെ സംബന്ധിച്ച് അതൊരു കൊടൂര പ്രശ്നമായിട്ട് തന്നെ കാണുമ്പോൾ ഒരു UDF അനുഭാവിയായ ഒരു വോട്ടറെ സംബന്ധിച്ച് അത് അത്ര വലിയ വിഷയമല്ല. അതിലും വലിയ വിഷയമാണ് എന്ത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നാണ് അവർ കരുതുന്നത്. അത് മറയ്ക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസ് എന്നാണ് ബഹുഭൂരിഭാഗം UDF അനുഭാവികളും. ഇപ്പോൾ ലീഗിൻ്റെ മാത്രമല്ല, കോൺഗ്രസ്സുകാരിൽ പലരും ബഹുഭൂരിഭാഗം വിചാരിക്കുന്നത് എന്താണ്, മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു, പിണറായി വിജയനെ എക്സ്പോസ് ചെയ്തൊരു യുവ നേതാവായിരുന്നു, അയാളുടെ രാഷ്ട്രീയ ഭാവി തീർക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ചെയ്യുന്നതാണെന്നാണ് UDFൻ്റെ ബഹുഭൂരിഭാഗം ആൾക്കാരും കരുതുക. അതേസമയം ഒരു ലെഫ്റ്റ് ചായ്വുള്ള ആളുകളൊക്കെ അതിനിശ്ചിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അയാളുടെ ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച്, മനുഷ്യത്വരഹിതമായ സമീപനത്തെക്കുറിച്ച് അവർ രോഷം കൊള്ളുന്നുണ്ട്. ശരിയാണ്, ആ രോഷം ധാർമ്മിക രോഷം ശരിയായ ഇമോഷനാണത്. അങ്ങനെ പ്രകടിപ്പിക്കുന്നവരെയും കാണുന്നുണ്ട്. പക്ഷേ ഇതിലേതാണ് സമൂഹത്തിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയില്ല. ഈ കൺഫ്യൂഷൻ കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ രാഹുലിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ നറേറ്റീവ്, അതായത് രാഹുൽ മഹാവൃത്തികെട്ടവനാണ്, അതായത് LDFകാർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അതിനെ കോൺഗ്രസ് പിന്തുണച്ചാൽ കോൺഗ്രസിന് അണികൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അവർ നിരാശരാകുകയോ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുകയോ ചെയ്താൽ അത് തിരിച്ചടിയാകും കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാകും. അത് ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കൂടി അത് ബാധിക്കും. ആ കൺഫ്യൂഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. അത് ഉചിതമായ സമയത്ത് എടുക്കുന്നുണ്ട്. അവർക്ക് ആ ഉചിതമായ സമയം അവർക്ക് ആവശ്യമുണ്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഇമെയിൽ പുറത്തു വന്നല്ലോ അതിൽ, ആ പെൺകുട്ടി പറയുന്നത് ക്രൈംബ്രാഞ്ച് എൻ്റെ വിവരം ശേഖരിച്ചിട്ടുണ്ടെന്നാണ്. അതായത് റേപ്പിനെ സംബന്ധിച്ച് ഒരു വിവരം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ റേപ്പ് നടന്നു, അത് കോഗ്നിറ്റീവ് ഒഫൻസാണ്. അതെന്തുകൊണ്ട് കേസാവുന്നില്ല? ആ വിവരം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടും അത് അന്ന് കേസായില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞോ, എനിക്ക് ഭയമാണ്, ഞാൻ പരാതി കൊടുക്കുന്നില്ല. അങ്ങനെ പെരുമാറാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അത്. അതൊരു കോഗ്നിസിബിൾ ഒഫൻസാണ്. അപ്പോൾ അതിലെന്തുകൊണ്ട് കേസെടുത്തില്ല? ഇനി അതെങ്ങനെ കേസാവും? ക്രൈംബ്രാഞ്ച് ഈ വിവരം ശേഖരിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്ത എന്താണ്? ആ പെൺകുട്ടിയെ അന്വേഷിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നാണ്. അതിലൊരു പൊരുത്തക്കേടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഉചിതമായ സമയത്ത് ആ കേസും വരുമെന്നാണ്. KPC അധ്യക്ഷൻ പറയുന്ന ഉചിതമായ സമയവും SIT കാണുന്ന ഉചിതമായ സമയവും ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതെ, നാളെയാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത്. അതിനുള്ളിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ, തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ, ഇതൊന്നും അറിയില്ല. എന്താ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.